102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയവുമായി UDF കേരള ഭരണത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷേ ആഘോഷങ്ങൾക്കിടയിലും കേരളം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് രണ്ട് പ്രധാന ചോദ്യങ്ങളിലേക്കാണ്. ഒന്ന്, അടുത്ത മുഖ്യമന്ത്രി ആര്? രണ്ട്, സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് പോകുമ്പോൾ ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരും? ഭരണവും പാർട്ടിയും ഒരുപോലെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡ് ആരെയാകും ദൗത്യമേൽപ്പിക്കുക? നമുക്ക് നോക്കാം. സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്ന് ഉറപ്പായതോടെ പുതിയ KPCC അധ്യക്ഷനായി പല പ്രമുഖരുടെയും പേരുകൾ ഇപ്പോൾ ചർച്ചയിലുണ്ട്. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി എന്നിവരുടെ പേരുകൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അണികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ ഉറ്റുനോക്കുന്നത് യുവനേതാവ് ഷാഫി പറമ്പിലിനെയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും സാമുദായിക പരിഗണനകൾക്കും അപ്പുറം ഷാഫിക്ക് എന്തുകൊണ്ട് മുൻതൂക്കം ലഭിക്കുന്നു എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. KC വേണുഗോപാലിന്റെ പിന്തുണയും A ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളുടെ താൽപര്യവും ഷാഫിക്ക് വലിയ കരുത്താണ് നൽകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്താൻ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ഒരാൾ വേണമെന്ന വാദം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. സീനിയോറിറ്റിയുടെ പേരിൽ കൊടിക്കുന്നിൽ സുരേഷും കഴിഞ്ഞ തവണ അവസരം നഷ്ടമായതിന്റെ പേരിൽ ആന്റോ ആന്റണിയും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഷാഫിയുടെ ജനപ്രീതിയും സംഘടനാ മികവുമാണ് ഹൈക്കമാൻഡിനെ മാറി ചിന്തിപ്പിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ അധ്യക്ഷനാകണമെന്ന ധാരണ നിലനിൽക്കുന്നതും ഷാഫിക്ക് അനുകൂലമായ ഘടകമാണ്. സണ്ണി ജോസഫിന് പകരം മറ്റൊരു ക്രൈസ്തവ മുഖം എന്നതിലുപരി യുവാക്കളെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കാൻ ഷാഫിക്ക് കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ബെന്നി ബെഹനാന്റെ പേര് പരിഗണനയിലുണ്ടെങ്കിലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തി ഒരു ലോങ് ടേം പ്ലാൻ എന്ന നിലയിലാണ് ഷാഫിക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. താൻ മുൻപ് തടയപ്പെട്ട സാഹചര്യം ചൂണ്ടിക്കാട്ടി കൊടിക്കുന്നിൽ സുരേഷ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും നിയമസഭയിൽ ലഭിച്ച ഈ വൻ ഭൂരിപക്ഷം നിലനിർത്താൻ ഷാഫിയെ പോലൊരു നേതാവ് പാർട്ടി തലപ്പത്ത് വരണമെന്നാണ് അണികളുടെ ആഗ്രഹം. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ ഹൈക്കമാൻഡ് തീരുമാനം തന്നെയാകും KPCC അധ്യക്ഷന്റെ കാര്യത്തിലും നിർണായകമാവുക. എന്തായാലും സണ്ണി ജോസഫ് ഒഴിഞ്ഞ കസേരയിലേക്ക് ഷാഫി പറമ്പിലെത്താനുള്ള സാധ്യതകൾക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ മുൻതൂക്കം. ദില്ലിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം വരും ദിവസങ്ങളിൽ നമുക്കിതിന്റെ അന്തിമ ചിത്രം അറിയാൻ സാധിക്കും.